ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മീൻകറിയാണ്. നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ട്യൂണയാണ് കേട്ടോ. ട്യൂണ ഫിഷാണ്. ചൂരയില്ലേ, ചൂര, അതാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും മീനാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചേർക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഗാർലിക് വേണം, ജിഞ്ചർ വേണം, ടൊമാറ്റോ, പിന്നെ ഓണിയൻ, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. ഇതുപോലെ ഒരു 3-4 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള പുളിയാട്ടോ അത്. ഇത് ഒരു കഷ്ണമൊക്കെ ഇട്ടാലും നല്ല പുളി ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട്, ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം. മൂടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മീൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ വേറെ കുറച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാട്ടോ. ഇത്രയും 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് ആച്ചിയുടെ ഫിഷ് കറി മസാല കേട്ടോ. അത് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ചൂടുവെള്ളം കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കി നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിലാക്കി നമുക്കിത് എടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകണം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇവിടെ ഒരു മൺകലമാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചാൽ അത്ര ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. ഉലുവ ഒരു 2-3 ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയോ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്പ്പുണ്ടാവും. ഇനി കടുക് ഇട്ട് കൊടുത്തു. കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച കുടംപുളി ഇല്ലേ, ആ കുടംപുളി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുടംപുളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ആ പേസ്റ്റില്ലേ, മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ച മസാലക്കൂട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അരപ്പും എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വയ്ക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കണം. കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചനെയല്ല അരച്ച് ചേർത്തത്. അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുടംപുളി ഇട്ട് വെച്ചില്ലേ വെള്ളത്തിൽ, ആ വെള്ളം കേട്ടോ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തത്. പിന്നെ നമ്മൾ ആ അരച്ചെടുത്ത ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തു. ഇതിൽ നിങ്ങൾക്ക് എന്തോരം വെള്ളം വേണമെന്ന് വെച്ചാൽ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല വറ്റിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്.
കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടിരുന്നില്ലേ, അത് പാകാണ് കേട്ടോ, അത്രയും മതി. ഇനി നിങ്ങൾക്ക് ഉപ്പൊക്കെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് എരിവോ എന്താ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളമൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ വേണം കേട്ടോ നമുക്ക് മീനിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇനി ചെയ്തെടുക്കേണ്ടത്. ഈ മീൻ നല്ല വേവുള്ള മീനാട്ടോ. നല്ല ഒരുപാട് മുള്ളൊന്നുമില്ലാത്ത ടൈപ്പ് മീനാണത്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും മീൻ കഴിക്കാനായിട്ട്. കാരണം ഒരുപാട് മുള്ളില്ലാത്തതുകൊണ്ട് കഴിക്കാൻ നല്ലതാണ്. അച്ചാറിടാനൊക്കെ ആയിട്ട് എടുക്കണ മീൻ ഇതാട്ടോ. ഈ മീൻ അച്ചാറിട്ടാൻ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഈ മീൻ വെച്ചിട്ടൊരു എന്താ ഒലത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ ഒലർത്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഇവിടെ മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മീനൊന്ന് വേവണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മൂടി വയ്ക്കണ്ട കേട്ടോ. ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട്, മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് ഇനി നമുക്ക് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇതുപോലെ ഒരു തുണി കൂട്ടി പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ ഉടയാനൊക്കെ സാധ്യതയുണ്ട്. ഈ മീനായതുകൊണ്ട് കുഴപ്പമില്ല. ചില മീനുകളാണെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ചാറൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ മീൻകറി ഞങ്ങൾ ഉണ്ടാക്കിയിട്ട്. എൻ്റെ മോന് മീനൊക്കെ അങ്ങനെ കഴിക്കാത്തതാണ്. ഈ ഒരു കറി അവന് ഭയങ്കര ഇഷ്ടമായി. ചാറൊന്നും ഒഴിച്ച് ചോറിനകത്ത ആൾ ഈ കറിയുടെ ചാറൊക്കെ ഒഴിച്ച് കഴിച്ചു. അവനോട് ഞാൻ ചോദിച്ചപ്പം അവൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. ചാറൊഴിച്ച് പിന്നെ കാശ്മീരി ചില്ലി ചേർത്തതുകൊണ്ട് ഒരുപാട് എരിവില്ല, ആവശ്യത്തിന് എരിവുണ്ടായുള്ളൂ കറിക്ക്. ഉപ്പും എല്ലാം നല്ല പാകമായിരുന്നു. ഈ കറിയുടെ സൈഡിലേക്ക് നോക്കണ്ട, എണ്ണ തെളിഞ്ഞ് വന്നണ്ട. അതുപോലെ നന്നായിട്ട് നന്നായിട്ട് കുറുകി വന്നത് വരെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. നല്ല മാംസമുള്ള മീനാട്ടോ അത്. മുള്ളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബോറടിക്കില്ല കഴിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വച്ച് കൊടുക്കുമ്പോൾ ആ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നേം ആ കറിവേപ്പിലയുടെ ആ ഫ്ലേവറും കൂടി ഇറങ്ങിയപ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ മീൻകറിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എന്തോരം ചാറ് കൂട്ടണമെന്ന് വെച്ചാൽ അത്ര നേരം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതാണ് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. എന്നാലാണ് ഇനി നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാട്ടോ മീൻ കറിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടിപൊളി വീഡിയോയുമായി. ബൈ ഫ്രണ്ട്സ്.